എല്ലാ പ്രിയപ്പെട്ടവർക്കും കേരള സ്പോട്ടർ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജിജി മാരിയോ ആൻഡ് മാരിയോ ജോസഫ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കുറച്ചു ദിവസമായിട്ട് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഞാൻ ഒരുപാട് ആലോചിച്ചു ഇതെന്തുകൊണ്ടാണ് ഇത് ഇത്ര ട്രെൻഡിങ് ആയി നിൽക്കുന്നത്. പല സാമൂഹിക പ്രശ്നങ്ങൾ പോലും മാറ്റിവെച്ചിട്ട് പലരും ഈ ഒരു വിഷയമാണ് പല യൂട്യൂബ് ചാനലുകളിലും ഒക്കെ ചർച്ച ചെയ്യുന്നത്. അതുപോലെ ഏഷ്യാനെറ്റ് പോലെയുള്ള മനോരമ ന്യൂസിലൊക്കെ ഇത് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയം ഇത്രയും ചർച്ചയാകുന്നത്? ഒന്നാമത്തെ കാര്യം, ഇവര് ഏറ്റവും കൂടുതൽ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് കുടുംബ ബന്ധങ്ങളെ കുറിച്ച് പറയാനും കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നതുമായിരുന്നു ഇവരുടെ ഓരോ വീഡിയോകളിലും അല്ലെങ്കിൽ മോട്ടിവേഷൻ ക്ലാസ്സുകളിലും ഏറ്റവും പ്രധാനമായിട്ട് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവരുടെ ജീവിതത്തിൽ അതിനെതിരെ സംഭവിച്ചത് കൊണ്ടാണ് ഇത്രയേറെ ആൾക്കാര് ഇവരെ കുറിച്ച് ചർച്ച ചെയ്യുന്നതും ഇവരെ പരിഹസിച്ച് രണ്ടുപേരെയും പരിഹസിച്ച് ട്രോളിറക്കുന്നു, വീഡിയോ ചെയ്യുന്നു. മാത്രവുമല്ല, മാരിയോ ജോസഫ് നല്ല രീതിയിൽ ജിജിക്കെതിരെ യൂട്യൂബിലും അതുപോലെ മറ്റ് ചാനലുകളിൽ പോയും ഇപ്പോൾ ആരോപണങ്ങൾ കൂടുതലായിട്ട് ഉന്നയിക്കുന്നുണ്ട്. ജിജി ഇതുവരെയും ആ ഒരു പരിപാടി തുടങ്ങിയിട്ടില്ല. ഇനിയും അറിയില്ല, ഇന്നല്ലെങ്കിൽ നാളെ മാരിയോയ്ക്കെതിരെയും അങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുമോ എന്ന് അറിയത്തില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, അതായത് ഈ വിഷയം ഇത്രയും ആളിക്കത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇവര് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ജിജിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിന്റെ ഓഡിയോ ക്ലിപ്പും വീഡിയോ ക്ലിപ്പും എങ്ങനെ ഔട്ടായെന്ന് അവർക്ക് പോലും അറിയില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഇവരൊക്കെയാണ് ഈ വീഡിയോ ക്ലിപ്പും ഒക്കെ എടുത്തിരിക്കുന്നത്, മറ്റാരും അല്ലല്ലോ ഇത് എടുത്തിരിക്കുന്നത്. പക്ഷെ ഇത് ഇവര് പറയുന്നത് ഇതെങ്ങനെ ഔട്ടായെന്ന് അറിയില്ല എന്നൊക്കെയാണ് ജിജി പറയുന്നത്. സൈബർ സെല്ലില് പരാതി കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. എനിവേ, ഈ സംഭവം ഇത്രയ്ക്ക് വഷളാക്കി ഈ ഒരു തരത്തിൽ എത്തിച്ചത് ഇവര് തന്നെയാണ്. ഇതിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു മാറാൻ ഒരിക്കലും പറ്റത്തില്ല. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ എല്ലാവരിലും ഉണ്ടാകാം, ഇങ്ങനെയുള്ളവരിലും, അതായത് ഇങ്ങനെ മോട്ടിവേഷനൊക്കെ ചെയ്യുന്നവരിലും ഉണ്ടാകാം. പക്ഷേ മറ്റുള്ളവരെ പോലെ ഇങ്ങനെ തമ്മിലടിച്ച് കയ്യാങ്കളിയിലെത്തി ആ ഒരു സ്റ്റേജിൽ പോകാതെ ഇവർക്ക് തന്നെ ഇത് പരിഹരിക്കാനുള്ള ഒരുപാട് മാർഗങ്ങൾ ഉണ്ടായിരുന്നു. ഇനിയും പരിഹരിക്കപ്പെടാത്ത ഒരു കാര്യമാണെങ്കിൽ അതനുസരിച്ച് ഒരിക്കലും പരിഹരിക്കപ്പെടാത്ത പ്രശ്നം എന്നുള്ള രീതിയിൽ തുടർന്നുള്ള കാര്യങ്ങൾ ചെയ്തു പോകണമായിരുന്നു. ഇതിപ്പോ സമൂഹത്തിന്റെ മുമ്പിൽ ഇവരാരായി? ഇവരുടെ മുൻപുള്ള പ്രസംഗങ്ങളൊക്കെ കേട്ടവരൊക്കെ ആരായി? ശരിക്കും അവരെയും കൂടി ഇവർ പറ്റിക്കുകയല്ലായിരുന്നു. ഇവരുടെ യഥാർത്ഥ ജീവിതത്തിൽ ഇങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തന്നു. ഇപ്പോൾ ഇനിയും ഇവർക്ക് തുടർന്ന് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയാനോ ഒക്കെ സാധിക്കുമോ? ആരെങ്കിലും അതിന് ചെവി കൊടുക്കുമോ? എത്രയോ പരിഹാസങ്ങൾ ഇനി ഈ തരത്തിൽ അവരത് കേൾക്കേണ്ടി വരും. അത് മാത്രമല്ല, ഇത് കൂടുതൽ അഫക്ട് ചെയ്തിരിക്കുന്നത് ഇവരുടെ മക്കളെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ കുടുംബ ജീവിതത്തിൽ സംഭവിച്ചത് പണം കുമിഞ്ഞു കൂടിയപ്പോൾ ഉള്ള പ്രശ്നം തന്നെയാണ്. യാതൊരു സംശയവുമില്ല. ഇത്രയേറെ പണമില്ലായിരുന്ന സമയത്ത് ഇവരെ ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. കഴിഞ്ഞ 9 മാസമേ ആയുള്ളൂ ഇത്രയും പ്രശ്നം രൂക്ഷമായിട്ട്. അതുപോലെ ഇവർക്ക് പേഴ്സണലായിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ വരുമാനമുണ്ട്. അതായത് മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കാൻ പല സ്ഥലങ്ങളിൽ ഇവർ പോകാറുണ്ട്. അതിനൊക്കെ ഏതായാലും പണം വാങ്ങാതെ ഇവർ പോവുകയല്ലോ. അതുപോലെ ഇവരുടെ സോഷ്യൽ മീഡിയ വഴി നല്ല രീതിയിൽ ഇവർക്ക് വരുമാനം കിട്ടുന്നുണ്ട്. യൂട്യൂബ്, ഫേസ്ബുക്ക് വഴിയൊക്കെ നല്ല രീതിയിൽ വരുമാനം കിട്ടുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും നല്ല രീതിയിൽ ഒരേപോലെ വരുമാനം ഏൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ എല്ലാ കുടുംബങ്ങളിലും സംഭവിക്കുന്ന കാര്യം ഇവരുടെ ജീവിതത്തിലും സംഭവിച്ചു. ഈഗോ ഉണർന്നു രണ്ടുപേർക്കും. നിങ്ങള് ആ വോയിസ് കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ഇവരുടെ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്തെ ആ വോയിസ് ക്ലിപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ കുട്ടി തന്നെ, ഇവരുടെ മകള് തന്നെ പല പ്രാവശ്യം ഈ അപ്പനോടും അമ്മയോടും പറയുന്നുണ്ട്, നിങ്ങൾ ഈഗോ ഒന്ന് മാറ്റിവെക്ക്, അമ്മ ഈഗോ മാറ്റിവെക്ക്, ചാച്ചൻ ഈഗോ മാറ്റിവെക്ക്. ആ കൊച്ച് എത്ര പ്രാവശ്യമാണ് കരഞ്ഞു പറയുന്നത്. ഈഗോ ആണ് ഇവിടെ പ്രശ്നം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പണം മനുഷ്യനിലേക്ക് ഒഴുകിയെത്തുമ്പോൾ ബന്ധങ്ങൾക്ക് യാതൊരു വിലയും അവിടെ കൽപ്പിക്കുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. ഇത് ഇവരുടെ കുടുംബത്തിലല്ല, ഒരുപാട് കുടുംബത്തിൽ ഇപ്പോഴത്തെ കാലത്തൊക്കെ ഈ ഡൈവോഴ്സുകളൊക്കെ കൂടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാ? ഈ കാര്യം ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നെ എതിർക്കും, അല്ലെങ്കിൽ ഞാൻ ആ പറയുന്നത് തെറ്റാണെന്ന് പറയും. പക്ഷേ ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം രണ്ടുപേരും നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ തുടങ്ങിയ സമയത്താണ് ഇതുപോലെ ഡൈവോഴ്സുകൾ വന്നത്. സ്ത്രീകൾ ഏൺ ചെയ്യണ്ട എന്നല്ല പറഞ്ഞത്, പക്ഷെങ്കിൽ സ്ത്രീകളും നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ തുടങ്ങിയതോടെ അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു തെറ്റ് ഭർത്താവിന്റെ ഭാഗത്ത് വന്നാലും
അതിനെ ചോദ്യം ചെയ്യാനും, അല്ലെങ്കിൽ ഭർത്താവ് ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള സാഹചര്യം എനിക്കുണ്ട് എന്നുള്ളൊരു തീരുമാനത്തിൽ എത്താനും അവർക്കായി. അല്ലാതെ ഞാൻ പെണ്ണുങ്ങളെ ജോലിക്ക് പോയത് കൊണ്ടാണ് ഇതുപോലെ ഡൈവോഴ്സ് എന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ മാറി, പെണ്ണുങ്ങൾ ഏൺ ചെയ്യാൻ തുടങ്ങി, അവർ ഭർത്താക്കന്മാരോട് എതിർക്കാൻ തുടങ്ങി, പണ്ടത്തെ പോലെ ക്ഷമിക്കാനുള്ള മനസ്സ് ഇരു കൂട്ടർക്കും ഇല്ലാതായി, രണ്ടുപേരുടെയും ഈഗോ വർദ്ധിക്കുന്നു. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നിസാര കാര്യങ്ങൾക്ക് വഴക്കുണ്ടാകുന്നതും ആ വഴക്ക് വലിയ രീതിയിലേക്ക് പോവുകയും ഡൈവോഴ്സിലേക്കും സെപ്പറേഷനിലേക്കും ഒക്കെ എത്തുന്നത്. ഒരു വക്കീലിന്റെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടത്, സമാനതകളില്ലാത്ത, അടുത്ത കാലത്തെങ്ങുമില്ലാത്ത തരത്തിലുള്ള ഡൈവോഴ്സ് കേസുകളാണ് കേരളത്തിൽ നടക്കുന്നത്. ഒന്ന് ആലോചിക്കണം, ഇത്രയേറെ സാക്ഷരതയുള്ള നാടാണ് കേരളം എന്ന് ഓർക്കണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൽ തന്നെയാണ് ഇത്രയേറെ ഡൈവോഴ്സുകൾ നടക്കുന്നത്. നമ്മൾ മറ്റു സംസ്ഥാനങ്ങളെയൊക്കെ അധിക്ഷേപിക്കും. അവിടത്തെയൊക്കെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഡൈവോഴ്സുകളില്ല, ഈഗോ പ്രശ്നങ്ങളില്ല. നമുക്കിതെല്ലാം ഉണ്ട്, ഈഗോ ഉണ്ട്. അതുപോലെ കുടുംബജീവിതത്തിന്റെ താളം തെറ്റുന്ന ആ ഒരു രീതി മറ്റ് ഏത് സംസ്ഥാനത്തെക്കാൾ കൂടുതലാണ്. നമുക്ക് എന്തും കൂടിപ്പോയാലും കുഴപ്പമാണ്. നമുക്ക് പണം കൂടിപ്പോയാലും കുഴപ്പം, വിദ്യാഭ്യാസം കൂടിപ്പോയാൽ കുഴപ്പം. ഇതിന്റെയൊക്കെ പ്രതിഫലനമാണ് ഈ കാണുന്നത്. ഇത്രയേറെ മാതൃകാ ദമ്പതികളായവരുടെ ലൈഫിൽ പോലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ സാധാരണക്കാരായ മനുഷ്യരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കും. മനുഷ്യന് ക്ഷമയില്ലാതായിരിക്കുന്നു, മനുഷ്യന് പൊരുത്തപ്പെടാൻ പറ്റാതായിരിക്കുന്നു. കാലത്തിന്റെ പോക്ക് ഈ രീതിയിലാണ്. അതുകൊണ്ട് മാരിയോ ജോസഫിന്റെയും അല്ലെങ്കിൽ ജിജി മാരിയോയുടെയും മാത്രം പ്രശ്നമല്ല, കേരളം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സാമൂഹിക പ്രശ്നം തന്നെയാണ് പരസ്പരമുള്ള ഈഗോ, വിട്ടുവീഴ്ച മനോഭാവമില്ല. ഈ മാരിയോയെയും ജിജിയെയും ഒക്കെ നമ്മൾ പരിഹസിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കണം, നമ്മുടെ ലൈഫിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാൻ അധികം സമയമൊന്നും വേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലം അങ്ങനെ ആയിപ്പോയി. ബന്ധങ്ങൾക്ക് യാതൊരു വിലയുമില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു. പണത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനം കൊടുത്തു. മനുഷ്യൻ അങ്ങനെ പണത്തിന് വേണ്ടി എന്തും ചെയ്യും എന്നുള്ള ഒരു പ്രവണതയിലേക്ക് മാറി. സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുമ്പോൾ നമുക്കറിയാം, അതിന്റെ വ്യത്യാസങ്ങളൊക്കെ അറിയാം. ഇപ്പൊ സ്ത്രീ ആയാലും പുരുഷനായാലും ഏത് തരത്തിലുള്ള ലെവലിലേക്ക് പോകാനും എങ്ങനെയും പണം കണ്ടെത്താനും ഒക്കെയുള്ള മാർഗങ്ങൾ അവർ ചെയ്യാൻ അവർക്ക് യാതൊരു മടിയില്ല. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ പോലും പലരും കുടുംബകാര്യങ്ങൾ, ഇപ്പം യൂട്യൂബൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സ്വന്തം കുടുംബത്തിലെ പ്രശ്നങ്ങൾ പോലും സോഷ്യൽ മീഡിയയിൽ പോയി വിളമ്പുന്നുണ്ട്. അതിലൂടെയെങ്കിലും അവർ കാശുണ്ടാക്കാനാണ് അവർ നോക്കുന്നത്. ഈ ജിജിയും ഈ പറഞ്ഞ മാരിയോയും കാശുണ്ടാക്കാൻ വേണ്ടി ആയിരിക്കുകയല്ല ഇവരിപ്പം ഈ കാണിച്ചത്. എന്തായാലും പൊതുവേ ഉള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതൊന്നും മറച്ചു വെക്കാൻ ആർക്കും പണ്ടത്തെ പോലെ ഒരു അങ്ങനത്തെ ഒരു മടിയൊന്നുമില്ല. ഈ ജിജിയുടെയും മാരിയോയുടെയും ഈ പ്രശ്നം എടുത്താൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ ഒരു വിഷയം അഫക്റ്റ് ചെയ്യുന്നവരുടെ കുട്ടികളെയാണ്. ഏത് കുടുംബത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കുട്ടികളെ ആയിരിക്കും ഇത് കൂടുതൽ അഫക്റ്റ് ചെയ്യുക. കുട്ടികളുടെ ഭാവിയിൽ ഇത് അവർക്കും പ്രശ്നമാവും. കാരണം തല്ലുപിടിക്കുന്ന മാതാപിതാക്കളെ കണ്ടു വളരുന്ന മക്കള് അവരുടെ ജീവിതത്തിലും അവരുടെ കുടുംബ ജീവിതത്തിലും ഇത് തന്നെ പ്രയോഗിക്കും. യാതൊരു സംശയവുമില്ല അക്കാര്യത്തിൽ. നിങ്ങൾ വഴക്കു കൂടുമ്പോൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ മക്കളും നിങ്ങൾ കാരണം ഈ തരത്തിൽ ആയി തീരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. വിവാഹം കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ല എന്നേ ഉള്ളൂ. പക്ഷെ വിവാഹം കഴിച്ചതിന് ശേഷം വലിയ കോലാഹലങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് പിന്നെ എല്ലാം കൈവിട്ടു പോയിട്ട് യാതൊരു കാര്യവുമില്ല. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇതിന് പ്രാപ്തനാണോ, എന്നെക്കൊണ്ട് ഇത് സാധിക്കുന്ന കാര്യമാണോ, ഇങ്ങനത്തെ കാര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുമോ എന്നൊരു ചിന്തയൊക്കെ ആദ്യം തന്നെ സ്വയം തോന്നുന്നത് ഇനിയുള്ള കാലത്ത് എല്ലാവർക്കും നല്ലതാണെന്ന് തോന്നുന്നു. എടുത്തു ചാടി ഈ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങി പുറപ്പെടാതെ. അപ്പോൾ ഇന്നത്തെ വിഷയം ഇത്രയേ ഉള്ളൂ. അതുപോലെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.